നിങ്ങളുടെ കുട്ടിയും IAS, IPS തുടങ്ങിയ വലിയ ലക്ഷ്യങ്ങൾ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ രക്ഷിതാവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന രീതിയിൽ നിങ്ങളുടെ ഇത്തരം വിദ്യാർത്ഥികൾ, നിങ്ങളുടെ കുട്ടികൾ ഈ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ഇപ്പോൾ ചെന്ന് ചെയ്തു കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ മുസ്തഫ കുഞ്ചപ്പാടം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, വലിയ IAS, IPS പോലത്തെ വലിയ ലക്ഷ്യങ്ങൾ ഓരോ വർഷവും പല ആളുകളും നേടുമ്പോൾ അവരുടെ അനുഭവ കഥകൾ കേൾക്കുമ്പോൾ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, രക്ഷിതാവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, എൻ്റെ വിദ്യാർത്ഥിയും എൻ്റെ കുട്ടിയും ഇതേപോലെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാണ്. എങ്ങനെ എത്താൻ പറ്റും? അവനെ കൊണ്ട് ഇത് സാധിക്കുമോ? അല്ലെങ്കിൽ അവനിത് നേടാൻ വേണ്ടി എനിക്ക് എന്തൊക്കെയാണ് അവനിക്ക് ഇപ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റുക? പലപ്പോഴും എനിക്കത് നേടാൻ പറ്റിയിട്ടില്ല, എനിക്ക് ഇത്തരത്തെ വലിയ ലക്ഷ്യങ്ങളെ കുറിച്ച് ആരും പറഞ്ഞു തരാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിന് വ്യക്തമായൊരു ഗൈഡൻസ് തരാൻ, എന്ത് പഠിക്കണം, ഇന്ന മേഖല എടുക്കണം, ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ആ ഒരു നഷ്ടം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവരുതെന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവും. എങ്കിൽ അത്തരം ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളും അത് നേടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ രക്ഷിതാക്കൾ ചെയ്യേണ്ടത്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് തോന്നുന്ന സംശയമാണ്, ഈ സമയം മുതൽ തന്നെ, സ്കൂൾ സമയം മുതൽ തന്നെ ഇത്തരം ലക്ഷ്യങ്ങളോട് പഠിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഓക്കെ, പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. കാരണം ഇപ്പോൾ മുമ്പത്തെ പോലെയുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് ലോകം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല രക്ഷിതാക്കളും, ഇപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഒക്കെ ഭാഗമായിട്ടും പല ആളുകളും ചെറിയ ക്ലാസ് മുതൽ തന്നെ കുട്ടികളെ IAS, IPS പോലത്തെ, IAS, IPS മാത്രമല്ല അതുപോലത്തെ MBBS ആവട്ടെ, മറ്റുള്ള ഏത് മേഖല ആവട്ടെ, അതിലോട്ട് കുട്ടികളുടെ മാനസികമായിട്ട് അവരെ തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടും ആ ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാം നേരിടാൻ വേണ്ടി കുട്ടികളെ അത്തരത്തിലുള്ള ശക്തരാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളും അവസരങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു 5-6 കാര്യങ്ങൾ നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം തന്നെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ കോച്ചിങ്ങിൻ്റെ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട്, ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള IAS ജൂനിയർ കോഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ IAS എന്നുള്ള ലക്ഷ്യം ഇപ്പോൾ രക്ഷിതാവിൻ്റെ ലക്ഷ്യമാണെങ്കിൽ ആ കോഴ്സ് കഴിയുന്നതോടുകൂടി അത് ആ കുട്ടിയുടെ ലക്ഷ്യമായിട്ട് മാറും. ഒരു കുട്ടിയുടെ ലക്ഷ്യം മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ലക്ഷ്യത്തിലേക്ക് നേടുന്നതാണ്. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ കുട്ടികളെ കൊണ്ട് സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിക്കാനാണ് പറയാറ്. ആ സ്വപ്നം കാണാൻ പഠിപ്പിച്ച് ആ സ്വപ്നം കുട്ടിയുടെ ലക്ഷ്യമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി, നമുക്കൊരു ശക്തമായ ലക്ഷ്യമുണ്ട്, ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ നമുക്ക് അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പോലെ ആവുന്നതാണ്. അപ്പോൾ അത് ശക്തമായിട്ട് കുട്ടിയുടെ മനസ്സിൽ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുട്ടി അത് നേടും എന്നുള്ളതാണ്. അത് നേടാൻ വേണ്ടി ഏത് കുട്ടികൾ ശ്രമം നടത്തിയാലും അറ്റ്ലീസ്റ്റ് അത് നേടിയിട്ടില്ലെങ്കിലും കുട്ടിക്ക് ഒരിക്കലും നഷ്ടമല്ല. കാരണം അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കുട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവും, എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ഒരു സ്പെഷ്യൽ ഓഫറിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, വെള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ രക്ഷിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ, രക്ഷിതാക്കൾ ഈ സമയം മുതൽ അധ്യാപകരായാലും കേട്ടോ ചെയ്തു കൊടുക്കേണ്ട, കുട്ടികളിൽ IAS ആഗ്രഹിക്കുന്ന, IPS ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് കുട്ടിയിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ കുട്ടി അലസമായിട്ട് എന്താവണം എന്ന് ആഗ്രഹമില്ല. നമ്മളിപ്പോൾ പല ട്രെയിനിങ് സെഷൻ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, കുട്ടി എന്ത് ലക്ഷ്യമാണ് ആഗ്രഹിക്കുന്നത്, എന്ത് ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം മുമ്പത്തെ പോലെയല്ല, ഒരുപാട് ഒരു 90% കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം അവർക്ക് പറയാനുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അടുത്തുള്ള ആളുകളുടെ ലക്ഷ്യം കേട്ടിട്ടാവും. അപ്പം അത് കുട്ടിയുടെ ഒരു ലക്ഷ്യമാക്കി ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുക. അത് IAS ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കുട്ടികളുടെ IAS എന്നുള്ള നേടാനുള്ള ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് പല രീതിയിലും ചെയ്യാം. എങ്ങനെ IAS എന്താണ്, അതിനെക്കുറിച്ച് എങ്ങനെ നേടാൻ പറ്റും, നേടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് കുട്ടിയുടെ ലക്ഷ്യമാക്കി മാറ്റുക. കാരണം അത് നേടിക്കഴിഞ്ഞാൽ എനിക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനം കിട്ടും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിക്ക് ചെയ്യാണ്ടെന്ന ഒരു ബോധം കുട്ടിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് അതൊരു ലക്ഷ്യബോധമായിട്ട് മാറും. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇത്തരത്തിൽ വലിയ എക്സാമിനെ കുറിച്ചൊക്കെ ലക്ഷ്യബോധം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ എക്സാമിനെ കുറിച്ചുള്ള ധാരണയും കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് എക്സാം, എന്താണ് UPSC, എന്താണ് സിവിൽ സർവീസ്, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, ബേസിക് ധാരണ കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം നമ്മൾ കുട്ടികളിലോട്ട് എത്തിക്കേണ്ടതെന്ന് പറയുന്നത്, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള വായനാശീലം വേണം. ഓക്കെ, അപ്പോൾ അത് വായനാശീലം കുട്ടിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വായനാശീലം ഉണ്ടാക്കാൻ വേണ്ടി പല പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും അതിന് വേണ്ടി, അതൊക്കെ ചെയ്യാം.
അല്ലെങ്കിൽ ഇപ്പം സ്കൂൾ പുസ്തകം വായനല്ല, അത് വേണം. അതല്ലാതെ കുട്ടിക്ക് ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്കിലി ഒരു പുസ്തകം, പുതിയ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ശീലം കുട്ടിയിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തണം. നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു പ്രത്യേക ഒരു കോഴ്സ് തന്നെയായിട്ട് അത് കൊടുക്കുന്നുണ്ട്. കുട്ടിയിൽ ഇത്ര ടാർഗറ്റ്, നമ്മളൊരു വർഷത്തേക്ക് ബുക്കുകൾ ടാർഗറ്റ് ചെയ്ത് അത് വായന കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഏതൊക്കെ പുസ്തകങ്ങൾ വായിക്കണം എന്നുള്ളത് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടെയും ഞാൻ ഒരു വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യാം. കുട്ടികൾ വായിച്ചാൽ കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന, കുട്ടികളുടെ വ്യക്തിവികാസത്തിനും ജീവിത ലക്ഷ്യത്തിനൊക്കെ ഉപകരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അത് നമുക്ക് മറ്റൊരു ദിവസം ഇവിടെ ഞാൻ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കാം. അത് ഒന്ന് ശ്രദ്ധിക്കാം. കുട്ടിയിൽ വായനാശീലനാക്കുക. മറ്റൊന്ന് പറയുന്നത് പത്രം വായനാശീലനാക്കുക. വായനാശീലം വേറെ, പത്രം വായന കുട്ടിയുടെ ഒരു ഹാബിറ്റാക്കി മാറ്റണം. മലയാളികൾക്കൊക്കെ ഉള്ള ഒരു ഹാബിറ്റാണ് പൊതുവെ പത്രം വായന എന്നുള്ളത്. അപ്പോൾ അത് കുട്ടികളിലോട്ടും എത്തിക്കുക. പത്രം വായിക്കുന്നതിലൂടെയാണ് കുട്ടിയെ ജനറൽ അവയർനെസ് ഉണ്ടാവുക. ഇപ്പോൾ ലോകത്ത് എന്തൊക്കെ നടക്കുന്നത്, ഇന്ത്യയിൽ എന്ത് നടക്കുന്നത്, ഇപ്പോൾ കൊറോണ വീണ്ടും വരുന്നതും, ലോകത്ത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്നു, അതിലേക്ക് ഹൂത്തികൾ വരുന്നു, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടിക്ക് അറിയണമെങ്കിൽ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നല്ല, എങ്കിലും ചെറിയൊരു ധാരണ അതിനെക്കുറിച്ച് കുട്ടിക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അതിന് പത്രം വായന ശീലാക്കി മാറ്റുക എന്നുള്ളത്. മലയാള പത്രവും ഇംഗ്ലീഷ് പത്രവും ഏതും പറ്റും. അത് കുട്ടികൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. പിന്നെ ഓവറോൾ വായനാശീലം ഉണ്ടാക്കണം. പിന്നെ കുട്ടിയിൽ തന്നെ ലക്ഷ്യബോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടിയുടെ പഠനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഉഷാറാക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലക്ഷ്യബോധം ഉണ്ടാക്കി, പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാക്കി, പഠിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടി അതിലേക്കും ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുന്നു മാത്രമല്ല, കുട്ടിയുടെ ഇപ്പം നടക്കുന്ന സ്കൂൾ പഠനത്തെയും കൂടി എന്ത് ചെയ്യും, അത് സഹായിക്കും. അപ്പോൾ അതും പഠനം ഓവറോൾ ചെറിയ രൂപത്തിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി അവരെ സഹായിക്കുക. ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ വീക്കായിട്ടുണ്ടെങ്കിൽ, കാരണം കുട്ടികൾ ഇംഗ്ലീഷ് വീക്കായിരിക്കും. അപ്പോൾ കുട്ടി ഇംഗ്ലീഷ് വീക്കായ കുട്ടി കരുതും ഇംഗ്ലീഷൊന്നും അറിയാതെ ഞാൻ IAS നേടാൻ പറ്റും തോന്നുന്നുണ്ടാവും. അപ്പോൾ അത് കുട്ടിയുടെ കോൺഫിഡൻസിനെ ബാധിക്കും. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം, ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ കുട്ടിക്ക് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശം കൊടുക്കാൻ പറ്റുന്ന ഒരാളുകളുടെ സഹായം കുട്ടിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ട്, IAS ജൂനിയർ കോഴ്സ് ഉണ്ട്. അതിൽ തന്നെ ഫൗണ്ടേഷൻ ക്ലാസ്സും ഉണ്ട്, ഇൻഡിവിജ്വൽ മെൻറ്ററും ഉണ്ട്. ഒന്നെങ്കിൽ മെൻറ്റർ സഹായത്തോടു കൂടി കുട്ടി എന്ത് ചെയ്യുക, ഈ ലക്ഷ്യത്തിലോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുട്ടികളെ എത്തിക്കാൻ പറ്റും. ഇനി അതല്ല, നല്ലൊരു ടീച്ചർ നിങ്ങളുടെ സ്കൂളിലുണ്ട്, അവരെ നിങ്ങൾക്ക് നിർദ്ദേശിച്ച് അവരൊന്ന് കുട്ടിക്ക് റെഡിയാക്കി കൊടുക്കാം ഈ മേഖലയോട്ട് ഒന്ന് ശ്രമിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലൊക്കെ സിവിൽ സർവീസ് നേടിയ ആളുകളോ അത്തരം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ബന്ധപ്പെടുത്തി കൊടുക്കുക. അത് കുട്ടിയെ ഒരു കറക്റ്റ് ഒരു പാത്തിലൂടെ കൊണ്ടുപോകാനും കുട്ടിക്ക് ഒരു ഗൈഡൻസ് കിട്ടാനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുട്ടിയിലേക്ക് അതിലേക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരെ സഹായിക്കുന്നുള്ള. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, കുട്ടിക്ക് മോട്ടിവേഷൻ കിട്ടണം. മോട്ടിവേഷൻ കുട്ടിക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രം പറയും. ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴുള്ള ഗുണങ്ങൾ, ചില കാര്യങ്ങൾ കുട്ടി കണ്ടറിയണം. അതിന് വേണ്ടി എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾക്ക് ഒരു കലക്ടർ ഇന്നൊരു ക്ലാസ്സിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ, ലോകത്ത് വിജയിച്ച ഒരാൾ ഒരു പ്രോഗ്രാമിന് ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുന്നതിന് പകരം കുട്ടിയും കൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നല്ല പോസിറ്റീവ് വൈബുള്ള ഒരു എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ വിജയിച്ച ആളുകളുടെ ഒക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പം ആ ഒരു എനർജി കുട്ടിയിലേക്ക്, നമ്മളിലേക്ക് മാത്രമല്ല കുട്ടിയിലേക്കും കൂടി അത് കൈമാറുന്നുണ്ട്. ഓക്കെ, ആ ഒരു പോസിറ്റീവ് എനർജി അത് സ്വാഭാവികമായിട്ടും കുട്ടിയെ നല്ല മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും, അത്തരം വലിയ ആളുകളൊക്കെ ഇപ്പോൾ നമ്മളൊരു കലക്ടറൊക്കെ ഒരു പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് ആളുകളൊക്കെ ഒരു റെസ്പെക്റ്റ് അയാൾക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കുട്ടി കാണുമ്പോൾ കുട്ടിയും സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എനിക്കും അത്തരത്തിൽ ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു ജോലി നേടണം എന്നുള്ളൊരു ആഗ്രഹം കുട്ടിയിലോട്ട് വരും. അപ്പോൾ ഇയാളൊരു റോഡ് മോഡലായിട്ട് കാണുമ്പം ആ ഒരു കലക്ടർ എന്നുള്ളൊരു മൈൻഡ് ആവണം എന്നുള്ളൊരു ചിന്ത കുട്ടിയിലേക്ക് സ്വാഭാവികമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ കലക്ടറിന് എക്സാമ്പിളായിട്ട് പറയാമെന്ന് മാത്രം, അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലും സെഷനിലെ കുട്ടികളെ മാക്സിമം അറ്റൻഡ് ചെയ്യിപ്പിക്കുക. ആ ഒരു എനർജി കുട്ടിയിലോട്ട് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കിട്ടും. അപ്പോൾ നല്ല ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അവരെ സഹായിക്കുക, നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുക, നല്ലൊരു മെൻറ്ററെ സഹായത്തോടുകൂടി അവരെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവരെ സഹായിക്കുക. മെൻറ്റർ നിങ്ങൾക്ക് സ്കൂൾ ടീച്ചേഴ്സോ ഇതിൽ നേടിയ ആളുകളോ, ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അത് നേടാവുന്നതാണ്. അതുപോലെ തന്നെ പത്രം വായനാശീലം ഉണ്ടാക്കുക, ഓവറോൾ വായനാശീലം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ധാരണ കൊടുക്കുക, എന്താണ് സിവിൽ സർവീസ് എന്നുള്ളത് ചെയ്യുക, ഗോൾ സെറ്റിംഗ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയെങ്കിലും എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ കുട്ടിയിലോട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ കുട്ടിയും വലിയ ഉയരങ്ങളിൽ എത്തിയിരിക്കും. ഒരു 10-5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ പേരിലും ഒരു അഭിമാനം കൊള്ളുന്ന രക്ഷിതാവായിട്ട്, ടീച്ചറായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അത്തരത്തിൽ മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.